ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. നമുക്ക് രാവിലെ തന്നെ ഫുഡെല്ലാം റെഡിയാക്കി വെക്കാം. ഞാൻ കുഞ്ഞിന് ബനാന റോസ്റ്റും അതുപോലെ ദോശയും ജാമും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ, സ്കൂളിൽ കൊണ്ടുപോകാനാണ്. പിന്നെ വീട്ടിലുള്ളവർക്കും കഴിക്കാനായിട്ടുള്ള ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കിച്ചണിലെ ജോലിയെല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ചിങ്ങിനായിട്ടൊക്കെ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് രാവിലെ തന്നെ കുറച്ച് വർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഇത് ഇന്ന് തന്നെ പാഴ്സൽ അയക്കാനുള്ള ബ്രെഡ് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിതെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കണം. ഓഫ്ലൈനായിട്ട് ഓർഡർ വരുമ്പോൾ ഈ ഒരു കവറിലാണ് ഞാൻ ഇത് ഇട്ടിട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രെഡ് ഡ്രസ്സിൽ ഏതെങ്കിലും ഇതുപോലെ ഒരു സെൻറ്റോ സ്പ്രേയോ ഒക്കെ അടിച്ചിട്ട് നല്ല നീറ്റാക്കി നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ കൊറിയർ അയക്കുമ്പോൾ കൊറിയർ ബാഗിൽ ഇട്ടിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഈ 2 ബ്രെഡ് ഡ്രസ്സും നമുക്ക് ഓൺലൈനിൽ നിന്ന് വന്ന ഓർഡറാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കൊറിയർ ബാഗിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ സൈസാണ് കേട്ടോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഫോൾഡാക്കി വെക്കുന്നത്. എൻ്റെ കയ്യിൽ വലിയ സൈസിൽ കൊറിയർ ബാഗ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് രണ്ടും കൂടി ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ അയക്കുന്നത്. DTDC ഓഫീസ് വഴി അയക്കുമ്പോൾ അവർ തന്നെ നമുക്ക് ഇതുപോലെ കൊറിയർ ബാഗും ഒട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ തരും. നമുക്ക് തന്നെ പാക്ക് ചെയ്തിട്ട് നമുക്ക് അയക്കാൻ പറ്റും. പക്ഷേ ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുമ്പോൾ നമ്മൾ തന്നെ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് അയക്കണം. നമ്മളത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നേരത്തെ ചോദിക്കുമല്ലോ ഏത് വഴിയാണ് അയക്കാനുള്ളതെന്ന്. അങ്ങനെ ഞാൻ ഈ ഒരു ബാഗിനകത്ത് തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്തിട്ട് പിന്നെ നമുക്കൊന്നും കൂടി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഓപ്പൺ വരുന്ന പോർഷനിൽ ഒന്നും കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് കൊറിയർ കൊടുക്കാനുള്ളത് ഈ ഒരു നൈറ്റി പീസാണ് കേട്ടോ. ഇത് അജ്രക് പ്രിൻ്റ് ആണ്. അപ്പം ഞാൻ ഒരു 10 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെയിലായിപ്പോയി. അപ്പോൾ ബാക്കി വന്ന ഈ ഒരു 2 പീസ് ഒരു കസ്റ്റമറിന് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് പാക്ക് ചെയ്തെടുക്കാം. ഇതും 2 ബ്രെഡ് ഡ്രസ്സാണ്. ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതും നമുക്ക് പാക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നീറ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് കുറച്ച് സമയം ഞാൻ റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് കട്ടിംഗ് ആണ് കേട്ടോ. ഞാൻ വന്ന ഓർഡേഴ്സ് എല്ലാം കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നെക്സ്റ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഡ്രസ്സിൻ്റെ വീഡിയോസ് റീൽസിനായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ റീൽസ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം എഡിറ്റ് ചെയ്യും. പിന്നെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ടീ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ചിലപ്പോൾ വർക്കുണ്ടെങ്കിൽ അത് ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഫീഡിങ് കുർത്തി ആക്കാനായിട്ട് തന്നതാണ് കേട്ടോ. ഇത് നോർമൽ കുർത്തിയാണ്. ഇത് നമുക്ക് ഇനി ഫീഡിങ് കുർത്തി ആക്കണം. ഇനി നൈറ്റിൽ നമുക്ക് 2 പാറ്റേൺസിൻ്റെ ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഈവനിങ് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പോൾ മോളിതാ ഇവിടെ പെയിൻറ്റിങ് ഒക്കെ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ടേ. അപ്പോൾ ആൾ ഉറങ്ങിയിട്ട് വേണം നമുക്ക് ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാൻ കുറച്ച് നേരം മാത്രമേ സ്റ്റിച്ച് ചെയ്യുള്ളൂ. ഉറക്കം വരുമ്പോൾ പോയി കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ബൈ.